കടവന്ത്ര YMCA ഈ ബൂത്തുകൾ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ രാവിലെ വലിയ വെള്ളക്കെട്ടാണ്. ആളുകൾക്കൊന്നും തന്നെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇവിടെ സാധാരണ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ പനമ്പള്ളി നഗർ, കടവന്ത്ര ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ വലിയ വെള്ളക്കെട്ട് ഉണ്ടാകാറുണ്ട്. വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. വെള്ളക്കെട്ടുണ്ട്. അതിന് ദുരിതമാണ്. എന്താ ചെയ്യുക? പക്ഷേ നമ്മുടെ കർമ്മം നമ്മൾ നിർവഹിക്കണ്ടേ? എന്ത് ബുദ്ധിമുട്ടായാലും പോകാൻ. അതെ അതെ, എന്തായാലും ചെയ്തേ പറ്റൂ. അങ്ങനെ തന്നെയാണ്. വോട്ടർമാരൊക്കെ തന്നെ രാവിലെ മുതൽ തന്നെ കൃത്യമായി എത്തുന്നുണ്ട്. പക്ഷേ ഈ ഭാഗങ്ങളിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് രാവിലെയുള്ള മണിക്കൂറുകളിലൊക്കെ തന്നെ ഇത്തരം വെള്ളക്കെട്ട് കാര്യമായി തന്നെ ഉണ്ടാകാറുണ്ട്. അതും തൊട്ടടുത്ത് തന്നെ ഓടയും മറ്റുമുണ്ട്. അത്തരം ഒരു തോടൊക്കെ തന്നെയുണ്ട്. അവിടെയുള്ള മലിനജലം അടക്കം ഇങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. അത്തരത്തിൽ വോട്ടർമാർക്ക് രാവിലെയുള്ള മണിക്കൂറുകളിൽ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പലരും ഇത്തരത്തിൽ വഴിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. സാധാരണ രീതിയിൽ ഇത്തരം പോളിംഗ് ബൂത്തുകളിൽ കല്ലോ അങ്ങനെ എന്തെങ്കിലും തന്നെ കൃത്യമായി പാകുകയാണെങ്കിൽ അത് വോട്ടർമാർക്ക് വലിയ ഉപകാരമായേനെ. പക്ഷേ അത്തരം സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതാണ്ട് ഒരു 8 മണി 9 മണി വരെ ഈ വെള്ളക്കെട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷേ രാവിലെ മുതൽ തന്നെ വോട്ടർമാരൊക്കെ തന്നെ കൃത്യമായി എത്തുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ തവണ ഇവിടെ പോളിംഗ് ബൂത്ത് ഉണ്ടായിരുന്നില്ല എന്നതാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ തന്നെ പറയുന്നത്. ഇത്തവണയാണ് ഇവിടെ പോളിംഗ് ബൂത്ത് ഒരുക്കിയിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു പ്രതിസന്ധി ഇപ്പോൾ രാവിലെ ഉണ്ടായിരിക്കുന്നത്. ഇത്തരമൊരു പ്രതിസന്ധി ഉദ്യോഗസ്ഥരാണ് തന്നെ നേരത്തെ കണ്ടിട്ടില്ല എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വോട്ടർമാരൊക്കെ തന്നെ കൃത്യമായി എത്തുന്നുണ്ട്.